സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാഷ്യമാനം അസ്പഷ്ടം ദിട്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മദത്തം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ ഉള്ളഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ 6-ാമത്തെ ശ്ലോകം 43-ാമത്തെ ദശകത്തിൽ 6-ാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞു വെച്ചത്. ആകാശത്തേക്ക് ഉയർത്തിയതായിട്ടുള്ള തൃണാവർത്തനെ ഭഗവാൻ കഴുത്തിൽ പിടിച്ച് ഞെക്കി. അസുരൻ വിടാൻ പറഞ്ഞു, വിട്ടില്ല. നമുക്കൊക്കെ ഇടയ്ക്കൊക്കെ ഈ ഈശ്വര കാര്യത്തോട് താല്പര്യം വന്നാൽ ചിലപ്പോൾ ഒക്കെ ഒരു മടുപ്പും ഉണ്ടാവും. എന്ത് ഈശ്വരൻ അങ്ങനെ ഇങ്ങനെ. പക്ഷെ നമ്മളങ്ങനെ ഭഗവാനെ വിട്ടാലും ഒരിക്കൽ നമുക്ക് ഭക്തി വന്നാൽ ഭഗവാൻ നമ്മളെ വിടില്ല എന്നാണ്. ഇനി അടുത്ത കാലത്തൊന്നും ഗുരുവായൂർക്ക് വരില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോകാൻ നോക്കൂ. പിറ്റേ ദിവസം തന്നെ ഇടയ്ക്ക് പോകേണ്ട കാര്യം ഭഗവാൻ ഉണ്ടാക്കും. എന്തെങ്കിലും ഒരു കല്യാണമാവും അല്ലെങ്കിൽ വേറൊരു വിഷമം വന്നാൽ നമ്മൾ തന്നെ വിളിക്കും. ആരും വേദനയും വിഷമം വരുമ്പോൾ തന്നെ വിളിക്കും അല്ലേ. അത് മാറിയാലോ, ഒന്ന് പോയി തൊഴുതലേ, ഭഗവാനല്ലേ മാറ്റി തന്ന്. അപ്പോൾ ഭഗവാനിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു വിശ്വാസം ഉണ്ടായാൽ മതി എന്നാണ്. ജീവിതകാലം മുഴുവൻ അത് നിലനിർത്തേണ്ട ബാധ്യത ഭഗവാനെ ഏറ്റെടുത്തോളും. വന്ന് കിട്ടിയാൽ അവർ രക്ഷപ്പെട്ടു എന്നാണ്. നമ്മൾ ഭഗവാനെ ഉപേക്ഷിച്ചാലും ഭഗവാൻ നമ്മളെ ഉപേക്ഷിക്കില്ല. അതാണ് ഭഗവാൻ. അതാണ് വിടൂ വിടൂ എന്ന് പറഞ്ഞ് പടഞ്ഞിട്ടും ആ തൃണാവർത്തനെ ഭഗവാൻ വിട്ടില്ല. എന്നിട്ട് എന്തേ ചെയ്ത് മോക്ഷമാണ് കൊടുത്തത്. ഭഗവാന്റെ കൈ കൊണ്ട് മരിച്ചാൽ പിന്നെ മോക്ഷമില്ലാണ്ട് കിട്ടുമോ? ഇനി അവന് സംസാരമില്ല, ദുഃഖമില്ല, ജന്മമില്ല. ഇനി അടുത്ത ഗ്രാമപ്രപാത പരിപിഷ്ട ഗരിഷ്ടദേഹ ഭ്രഷ്ടാസു ദുഷ്ടധനുജോപരിദൃഷ്ടകാസം ആജ്ഞാനം അംബുജകരേണ ഭവന്തമേത്യഗോപാദുർ ഗിരിവരാധിപ നീലരത്നം. ഗ്രാവപ്രപാത പരിപിഷ്ട ഗരിഷ്ടദേഹ ഭ്രഷ്ടാസു ദുഷ്ടധനുജോപരിദൃഷ്ടകാസം. വല്ലാത്ത വാക്കുകളാണ്. ഇഷ്ടാട്ടാന്നുള്ളത് പ്രാസപ്രകാരം വെച്ചിരിക്കുകയാണ്. പാറയുടെ മുകളിൽ വീണ് തകർന്ന ശരീരത്തോടു കൂടിയ അസുരൻ ഗ്രാവപാറ പ്രപാത വീണ പരിപിഷ്ട പൊടിഞ്ഞ പാറമേൽ വീണ പൊടിഞ്ഞ ശരീരത്തോടു കൂടിയ പടുകൂറ്റൻ ശരീരത്തോടു കൂടിയ ദുഷ്ടൻ്റെ മീതെ മാറത്ത് ഭഗവാൻ ഒരു കൂസലും കൂടാതെ കളിക്കുകയാണ്. ഭ്രഷ്ടാസു ദുഷ്ടധനുജോപരി, ധനുജൻ എന്ന് പറഞ്ഞാൽ അസുരൻ, അവൻ്റെ മുകളിൽ മാറത്ത് ധനുജോപരി ദൃഷ്ടഹാസം, പുഞ്ചിരിയോട് കൂടിയിട്ടാണ് കളിക്കണത്, ഒരു പരിഭ്രമമില്ലാണ്ട്. അംബുജകരേണ, താമരപ്പൂ പോലെയുള്ള കൈ കൊണ്ട് ഇങ്ങനെ അടിക്കണമുണ്ട് മെല്ലെ മാറത്ത്. എന്നിട്ടാണ് കളിക്കുന്നത്. കുട്ടികളങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അടിക്കൂലോ, താമരപ്പൂ പോലത്തെ കൈ കൊണ്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ അടിച്ച് ഓരോ അടി അടിച്ച് പുഞ്ചിരിച്ചു കൊണ്ട് അവിടെ സ്ഥിതി ചെയ്തു. ആജ്ഞാനം ഭവന്തം, അടിക്കുന്നതായിട്ടുള്ള അങ്ങയെ. ഗോപ ഏത്യ ഗിരിവരാ നീലരത്നം നിവ ദതു, കോപങ്ങൾ പോയിട്ടെടുത്തു. ശിവയ്യാസരൻ്റെ മോളെ എങ്ങനെ കുട്ടിയിരിക്കുക എന്നും പറഞ്ഞ് അവിടെ നിന്ന് എടുക്കുകയാണ്. ഏതുപോലെ വലിയൊരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് നീല നിറത്തിലുള്ള ഒരു രത്നം എടുക്കണ പോലെ. ചെറിയ ഭഗവാൻ നീലയായിട്ട് ഇങ്ങനെ മിന്നുണ്ട്. വലിയ പർവ്വതം പോലെയുള്ള അസുരൻ കറുത്തിരുണ്ട് പ്രാണൻ പോയിട്ട് കിടക്കണമുണ്ട്. ഗോപാദുർ ഗിരിവരാധിപ നീലരത്നം. ഗിരിവരം മല, പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് നീലരത്നം എന്ന പോലെ ഗോപന്മാരിലെ ഗുരുവായൂരപ്പ അങ്ങയെ എടുത്തു. ഗ്രാവം പാറ ഗ്രാവപ്രപാത പരിപിഷ്ട ഗരിഷ്ടദേഹ ഭ്രഷ്ടാസു ദുഷ്ടധനുജോപരിദൃഷ്ടഹാസം. ദുഷ്ടനായിട്ടുള്ള ധനുജൻ അസുരൻ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ കളിക്കണം. എങ്ങനെയാ? ആജ്ഞാനം അംബുജകരേണ, താമരപ്പൂവുള്ള കൈകൊണ്ട് ഇങ്ങനെ മെല്ലെ അടിച്ച് അങ്ങനെയുള്ള ഭവന്തമേത്യ
അങ്ങയുടെ അടുത്തേക്ക് വന്ന് സമീപിച്ചിട്ട് ഗോപാ ഗിരിവരാധിപ നീലരത്നം, നല്ലൊരു ഉപമയാണ്. തമന്തരീക്ഷാത് പതിതൻ ശിലായാം വിശീർണ സർവാവയവങ്കരാളം പുരം യഥാരുദ്രശരേണമിത്തം തിയോരുദത്യോ ദശസമേത പ്രാദായ മാത്രേ പ്രതിഗൃഹ്യ വിസ്മിത കൃഷ്ണഞ്ച തർത്യോരതിലംബമാനം. ആ മാറത്ത് അടിച്ച് കളിക്കുന്ന ഉണ്ണിയെ അവരെല്ലാം ആകാംക്ഷയോട് കൂടിയിട്ട് പോയിട്ട് എടുത്തു. ഗുരുവായൂരപ്പ അങ്ങയെ അവർ എടുത്തു എന്ന് പറയുകയാണ്. എല്ലാവരും കുട്ടിയെ കൈ കാണിച്ചു. എൻ്റെ അടുത്തേക്ക് വാ, എൻ്റെ അടുത്തേക്ക് വാ ഉണ്ണി എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ ലാളിക്കുകയാണ്. ഏകൈകമാശ പരിഗൃഹ്യ നികാമ നന്ദ നന്ദാധികോപ പരിരപ്ത വിചുംബിതാംഗം. ഏകൈകം ആശു പരിഗൃഹ്യ, ഓരോന്നോരോരുത്തരായി വേഗത്തിലെടുത്തിട്ട്, പരിഗൃഹ്യ എടുത്തിട്ട്, നികാമ നന്ദനന്ദാധികോപ പരിരപ്ത വിചുംബിതാംഗം, സന്തോഷിച്ച നന്ദ ആദിഗോപന്മാരാൽ, നന്ദഗോപൻ എന്നല്ല നന്ദാദിഗോപന്മാരാൽ, അപ്പം നന്ദൻ നമ്മുടെ പേരാ, നന്ദൻ തുടങ്ങിയ മറ്റ് ഗോപന്മാരാൽ മാറോട് ചേർത്തണയ്ക്കപ്പെട്ടും പരിരപ്ത വിചുംബിതാംഗം, ചുംബിക്കപ്പെട്ട ശരീരത്തോട് കൂടിയവനും ആയിട്ട് ഗുരുവായൂരപ്പ അങ്ങ് മാറി. എല്ലാവരും ചുംബിച്ചു, ഉമ്മ വെച്ചു, എല്ലാവരും എടുത്തു. ആ കുട്ടിയെ എടുക്കാൻ എല്ലാവരും ആഗ്രഹിച്ചു. ആദാതു കാമ പരിശങ്കിത ഗോപനാരി അസ്താംബുജ പ്രപതിതം പവതം പ്രപതിതം പവന്തം പ്രണുമ പറഞ്ഞിരിക്കണം. ശങ്കിച്ച് നിൽക്കുന്ന ഗോപസ്ത്രീകളുടെ, ചില സ്ത്രീകൾക്കൊക്കെ വല്ലാത്ത അത്ഭുതം, ഇതെന്ത് ഉണ്ണിയാണ് ഇപ്പം ഇങ്ങനെ ഒരു ഉണ്ണി എന്നവരെല്ലാം അത്ഭുതപ്പെട്ട് നിൽക്കുക. അവരുടെ കൈകളിലേക്ക് മാറി 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 ഭഗവാൻ ഒരു സ്ത്രീ കൈ കാണിച്ചു, ആ സ്ത്രീയുടെ കയ്യിലേക്ക് പോയി, വേറെ സ്ത്രീ കൈ കാണിച്ചു, ആ സ്ത്രീയുടെ കൈയിലേക്ക് ചാടി. വിവിധ സ്ത്രീകളുടെ കൈകളിൽ ഭഗവാൻ അങ്ങനെ വിളങ്ങി. എന്താ പറഞ്ഞ പോലെ താമരപ്പൂവിൽ നിന്ന് മറ്റൊരു താമരപ്പൂവിലേക്ക് വണ്ട് പറക്കുന്നത് പോലെ, നേരത്തെ ഒരു ഉപമ പറഞ്ഞു അതേപോലെയാണ്. ഏകൈകമാശ പരിഗൃഹ നികാമ നന്ദ നന്ദാധികോപ പരിരപ്ത വിചുംബിതാംഗം ആദാതുകാമ പരിശങ്കിത ഗോപനാരി അത്താംബുജ പ്രപതിതം പ്രണുമോ ഭവന്തം. കൈകളിൽ അത്താംബുജ പ്രപതിതം, കൈകളാകുന്ന താമരയിൽ ചെന്ന് പറ്റിയ ഭഗവാനെ എല്ലാവരും പ്രശംസിച്ചു. പ്രണുമോ കൃഷ്ണ പ്രകാരം പ്രശംസിച്ചു. ഭൂയോപി കിണ്ണകിണമപ്പണതാർത്തിഹാരി ഗോവിന്ദ ഏവ പരിപാലയതാത്സുതന്ന. ആ ഭഗവാൻ ഇപ്പോഴും നമ്മളെ കാത്തു. ഈ ഉണ്ണി തന്നെ ഭഗവാനാണ് എന്ന് മായ കൊണ്ട് അവരറിഞ്ഞില്ല. തങ്ങളുടെ ഉണ്ണിയെ ഏത് ഈശ്വരനാണോ രക്ഷിച്ചത് ആ ഈശ്വരൻ ഇനിയും രക്ഷിക്കണമേ. പണതാർത്തിഹാരി ഗോവിന്ദ, ആശ്രയിച്ചവരുടെ ദുഃഖം തീർക്കുന്നതായിട്ടുള്ള ഗോവിന്ദൻ തന്നെയാണ് ഈ ഉണ്ണിയെ രക്ഷിച്ചത്. അല്ലെങ്കിൽ ഇത്രയും വലിയ അസുരന്മാരിൽ നിന്ന് എങ്ങനെ കൃഷ്ണൻ രക്ഷപ്പെടാനാണ്? അതുകൊണ്ട് ഗോവിന്ദ ഭഗവാനെ ഇനിയും ഈ ഉണ്ണിക്ക് രക്ഷയായി ഉണ്ടാകണമേ എന്നവരെല്ലാം അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചു. ഭൂയോപി കിന്നു കിണുമ, എന്താ ഇപ്പം ചെയ്യുക നമ്മൾ പറയുമല്ലോ, അതാണ് കിന്നു കിണുമ. എന്ത് ചെയ്യാനാണ്, നമ്മൾ എന്താ ചെയ്യുക? ഭൂയോപി കിന്നു കിണുമ പണതാർത്തികാരി ഗോവിന്ദ, എല്ലാവരുടെ ദുഃഖത്തെയും തീർക്കുന്നതായിട്ടുള്ള ഗോവിന്ദൻ തന്നെ ഈ കുട്ടിയെ മേലിലും രക്ഷിക്കണമേ. ഗോവിന്ദ ഏവ പരിപാലകതാത്സുതന്ന, ഭാവി ഫ്യൂച്ചർ ടെൻസാണ്. മേലിലും ഈ ഉണ്ണിയെ ഗോവിന്ദൻ രക്ഷിക്കണമേ, ഭഗവാൻ രക്ഷിക്കണമേ. ഇത്യാദി മാതരപിതൃപ്രമുഖൈ, ഇങ്ങനെ അമ്മയാലും അച്ഛനാലും ബാക്കിയുള്ളവരാലും പ്രാർത്ഥിക്കപ്പെട്ടതായ സംപ്രാർത്ഥിതവനായ വിഭോത്വമേവ, നല്ല പോലെ അവരെല്ലാം പ്രാർത്ഥിച്ചു. അമ്മ, അച്ഛൻ, ബാക്കിയുള്ളവർ ആരെയെ പ്രാർത്ഥിക്കണം? ഈ ഗുരുവായൂരപ്പ അങ്ങേ തന്നെയല്ലേ അവർ പ്രാർത്ഥിച്ചത്? അറിയണില്ലേ അവർ? ഈശ്വരനെ ഏതോ എവിടെ നിൽക്കണ ആൾ കൃഷ്ണൻ
ഈ ഉണ്ണിയും എന്ന് വിചാരിച്ചിട്ടാണ് പ്രാർത്ഥിക്കണം. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെ നമ്മളറിയണ്ടോ? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? എന്തെങ്കിലും തിരുപ്പതിയിലാവും, അല്ലെങ്കിൽ ഗുരുവായൂരാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആവും എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കുക, ഓടുക. അത് നമ്മുടെ ഉള്ളിലുണ്ട്. അത് കണ്ടാൽ മതി, എവിടേക്ക് പോകേണ്ടി വരില്ലാവോ. അപ്പം അങ്ങനെ അവരും ആ മായയിൽ കുടുങ്ങി ഏതോ ഈശ്വരനോട് അവർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയൊക്കെ എത്തിപ്പെട്ടത് ഈ ഭഗവാന് തന്നെയാണ് എന്ന് അവരുണ്ടോ അറിയണു. പറയണ വാദാത്മകം നിജമേവമയി പ്രധുന്വൻ വാദോദ്ഭവാൻ മമഗതാൻകു വിനോദുനോഷി സർവീശ്വര. അങ്ങ് വാദരൂപമായി വന്ന ഭഗവാനെ വധിച്ചു. എനിക്കുണ്ട് ഈ വാദത്തിൻ്റെ ശല്യം. ഗുരുവായൂരപ്പൻ്റെ വാദത്തിൻ്റെ ശല്യമാണല്ലോ നാരായണ ഭട്ടതിരിക്ക്. ആ വാദത്തെ എന്താണ് അങ്ങ് ഒന്നും ഒതുക്കാത്തത്? അങ്ങ് ഒരു നിമിഷം വിചാരിച്ചാൽ ഈ വാദരോഗം, ഇതിൻ്റെ അപ്പുറത്തെ വാദരോഗം പറക്കുന്ന അടിയന് നിശ്ചയുണ്ട്. എന്നിട്ടും എന്താണ് എൻ്റെ നേരെ കാരുണ്യം കാണിക്കാത്തത്? വാദാത്മകം നിജമേവമയി പ്രതുന്നൻ. വാദസ്വരൂപിയായിട്ട് കാറ്റായിട്ട് വന്ന അസുരനെ അങ്ങ് സംഹരിച്ചു. അങ്ങേക്കുണ്ടോ എന്തിനെങ്കിലും പ്രയാസം? വാദോദ്ഭവാൻ മമഗതാൻ. വാദത്തിൽ നിന്നുണ്ടായ രോഗം വാദരോഗമായി. എന്താണ് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? എന്താണത് മാറ്റിത്തരാത്തത്? അങ്ങ് ഒരു നിമിഷം വിചാരിച്ചാൽ ഇതെന്തിലപ്പുറം മാറില്ലേ? കിം വാ കരോമി പുനരപ്പനിലാലേഷ. ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഒറ്റ വഴിയുള്ളൂ, അങ്ങ് പ്രസാദിക്കണവരെ ഇവിടെ ഇരിക്കുക. ശേഷരോഗശമനം പുരർത്തയേത്വ. മൂന്നാമത്തെ ദശകത്തിൽ പറഞ്ഞു. ഇതുകൊണ്ടൊന്നും ഞാൻ വെറുതെ ഇത് ഉപേക്ഷിച്ച് പോകുമെന്ന് അങ്ങ് വിചാരിക്കേണ്ട. യഥാശക്തി വ്യക്തം നദി നുതി നിഷേവ ഇരചയൻ. എൻ്റെ ആഗ്രഹം സാധിക്കണത് വരെ ഇവിടെ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്താൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കണം. എന്നെ ഇവിടുന്ന് പറഞ്ഞേക്കാനൊന്നും നോക്കണ്ട. മൂന്നാമത്തെ ദശകത്തിലല്ലേ യഥാശക്തി എനിക്ക് കഴിയുന്ന വിധത്തിൽ അത്രയല്ലേ പറ്റുള്ളൂ. നമസ്കരിക്കാനും സ്തുതിക്കാനും ഇവിടെ ഇരുന്ന് അങ്ങയെ ഭജിക്കാനും തന്നെയാണ് എൻ്റെ തീരുമാനം. ഒരു ദിവസം അങ്ങേക്ക് എൻ്റെ നേരെ പ്രസാദിക്കേണ്ടി വരും. ആ ഉറപ്പോട് കൂടിയിട്ട് അവിടെ ഇരുന്നു. അവസാന കാര്യം സാധിക്കുകയും ചെയ്തു. അപ്പോൾ ചിലപ്പോൾ ഘോരമായിട്ടുള്ള പരീക്ഷണങ്ങളുണ്ടാവും. അത്ര വേഗമൊന്നും ഭഗവാൻ പ്രസാദിച്ചു എന്ന് വരില്ല. അതിനൊക്കെയും അതിജീവിച്ച് നിന്നാലേ ഭഗവത് പ്രസാദം നേടാൻ കഴിയുള്ളൂ. അങ്ങനെ ശേഷരോഗശമനം ബഹുരർത്ഥയേത്വം. വീണ്ടും വീണ്ടും അങ്ങോട്ട് അർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എൻ്റെ രോഗത്തെ ഇല്ലാണ്ടാക്കി തരണമേ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.